അപ്പോ നമ്മളിതാ ഗിരീഷ് പുത്തഞ്ചേരി ഹിറ്റ്സിലാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത്. ഒരു വയനാടുകാരിയാണ്. ലെറ്റ്സ് വെൽക്കം നിഖില. മിന്നാർ എന്ന ഫിലിമിൽ ചിത്രചേച്ചി പാടിയ നിലാവേ മായുമോ എന്നുള്ള പാട്ടാണ് ഞാനിന്ന് പാടുന്നത്. ഭയങ്കര ഫീലുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ആ ഒരു ഫീലോട് കൂടി തന്നെ സ്റ്റേജിൽ പാടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ബാക്കി നമുക്ക് സ്റ്റേജിൽ കാണാം. നിഖില, എന്തോ നിഖിലയുടെ നടപ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു സംഗീതമുണ്ട് അല്ലേ? ഏതാണ് ആ സംഗീതം കൂടെ പറയൂ. നിലാവേ മായുമോ. ഓക്കെ, അപ്പോ ഗിരീഷ് പുത്തഞ്ചേരി ഇറ്റ്സ് എന്ന് പറയുന്ന റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. നീലക്കുന്നം മേൽ നീലിക്കോ
ഗുഡ് വെരി ഗുഡ് നന്നായിരുന്നു, നന്നായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. നിഖില അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി ഇറ്റ്സ് എന്ന് പറയുന്ന റൗണ്ടിലെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ നന്നായി പാടാൻ പറ്റുമോ? കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നുന്നു. ആ നമ്മൾ നേരത്തെ നടത്തത്തിലുണ്ടായിരുന്ന കോൺഫിഡൻസ് പാട്ടിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ജഡ്ജസ് പാട്ടില് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. വളരെ നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി താങ്ക് യു കേട്ടോ. മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ നിഖില. ഓക്കെ, താങ്ക്സ്. അപ്പൊ എന്തായാലും കൊള്ളാം. വേഷം പോലെ തന്നെ പാട്ടും നന്നായി. താങ്ക്സ്. ഏകദേശം ഇതേ താളത്തിലുള്ള ഒരു പാട്ടുണ്ട്. റിതം, അതെ, റിതം ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും. എവിടെ ശ്യാമകാനനരംഗം, എവിടെ തൂവലൊഴിയും സ്വപ്നം, കിളികളും പൂക്കളും നിറയുമെൻ പ്രിയവനം, ഹൃദയം നിറയുമാർദ്രതയിൽ പറയൂ സ്നേഹകോകിലമേ, ദൂരെ ദൂരെയായൻ തീരമില്ലയോ, തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘമൊമ്പരം, ഏതു വിമുഖതലങ്ങളിൽ ജീവിത നൗകയിതേറുമോ, ദൂരെ ദൂരെയായൻ തീരമില്ലയോ, തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘമൊമ്പരം. താങ്ക് യു മധുചേട്ടാ. മഞ്ജരി, നിഖില അസല് പാട്ട് സെലക്ഷനാ, നന്നായിരുന്നു, നന്നായി പാടുകയും ചെയ്തു. താങ്ക് യു ചേച്ചി. ഞാൻ നിഖിലയുടെ വോയിസിനൊരു ത്രോ ഉണ്ട്. യൂഷ്വലി നിഖില പാടുമ്പോഴത്തേക്ക് അതിങ്ങനെ നല്ല പഞ്ചിൽ നിൽക്കും. അതുപോലെ അസലായിട്ട് ആ ഫീലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് മധുചേട്ടൻ ഇപ്പൊ ഈ ഒരു നൊമ്പരം പാടിയല്ലോ, പെട്ടെന്ന് അതേ റൂട്ടില് ഏകദേശം അതേപോലെയുള്ള ഒരു പാട്ട് പ്രണയം. അറിയോ പാട്ടറിയോ? അറിയോ? നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീചികൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീചികൾ, പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീചികൾ, പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീചികൾ. ആഹാ, ഇനി അടുത്തത് കണ്ണില് വീഴ്ചകൾ വരാൻ പോകുന്നത് ഡെയിനിന്റെയാണ്. സേഫ് ആണോ ഡേഞ്ചർ ആണോ എന്ന് പറയുന്നത് അതാണ്. പക്ഷെ അതിനു മുമ്പ് ഇളങ്കാറ്റുണ്ട്. വീശിയിട്ടില്ല. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ പാടിയേ. താങ്ക് യു. എനിക്കുണ്ടല്ലോ ഈ പാട്ട് കേൾക്കുമ്പോൾ കരയുന്ന സ്വഭാവമുണ്ട്. ആൻഡ് ഈ പാട്ട് വന്നപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കരയില്ലേ കരയില്ലേ. എല്ലാരും കാണും. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഇത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കുമ്പോ പെട്ടെന്ന് കരയാറുണ്ടോ? കരയാറുണ്ട്. ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഏത് പാട്ട് കേട്ടപ്പോഴാ? അത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, സങ്കടം വരുന്ന പാട്ടാവണം നിർബന്ധമൊന്നുമില്ല. ചിലര് പാട്ട് ഭയങ്കര ഭംഗിയായിട്ട് പാടിയാലും ഞാൻ കരയും. അത് ശരി. പക്ഷെ അതൊരു ഓവർവെൽമിങ് ഫീലിംഗ്. ആൾക്കാര് ഈ സ്റ്റേജിൽ കയറി നിന്ന് പാടുന്നതിന്റെ ഒരു അത് ലൈവായിട്ട് അവരുടെ സോൾഫുൾ ആയിട്ട് പാടുന്നതിന്റെ ഒരു ബ്യൂട്ടി, ഡെഡിക്കേഷൻ കാണും. അബ്സല്യൂട്ട്ലി. അതൊരു മൊത്തത്തിലുള്ളൊരു ഫീൽ വരുമ്പോ ചിലപ്പോ സന്തോഷ കണ്ണീരാവാം, അല്ലെങ്കിൽ സങ്കടം വരുന്ന കണ്ണീരാവാം. ഓക്കെ, അപ്പൊ താങ്ക് യു മാഡം. ആശേഷി, ഡെയിന് സങ്കടം വരുമ്പം പാട്ട് പാടുകയാണോ അതോ സങ്കടമുള്ള പാട്ടുകൾ കേൾക്കുകയാണോ, എങ്ങനെയാ പതിവ്? ഞാൻ എപ്പോഴും കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനാണ് ആഗ്രഹിക്കാറ്. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എപ്പോഴും അടിപൊളി പാട്ടുകളുടെ ഇഷ്ടമുള്ള ആളാണ്. അടിപൊളി പാട്ട് കേൾക്കുമ്പോ ഒന്ന് മൊത്തത്തിൽ നമുക്ക് വേറൊരു സന്തോഷിക്കാനുള്ള ഒരു വക ആ പാട്ടിലുണ്ടല്ലോ. അങ്ങനെ
ഓക്കെ 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 എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് തീരുമാനമായത്. ചേച്ചി ഇത്തരത്തിലുള്ള എന്നെ പറ്റിയുള്ള പേഴ്സണൽ ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാൻ കേട്ടോ. നേരിട്ട് ചേച്ചി ചോദിക്കാമോ? ഭാവിയിൽ ഉപകാരപ്പെടും എനിക്കറിയാം. അല്ല, നേരിട്ട് ചോദിക്കാവോ? അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, വിഷമമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല ചേച്ചി. എനിക്ക് ചേച്ചി അതായിരുന്നു എന്ത് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് എന്നോട് ഒന്ന് ചോദിക്കാം. രണ്ട് കാര്യങ്ങൾ ഞാൻ സംശയം എങ്ങനെയാണ്, ഉണ്ടായിരുന്നു. എന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, എന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്ത് വേണമെങ്കിൽ ചേച്ചിക്ക് ഓപ്പൺ ആയിട്ട് ഒരുവിധം ചോദിക്കാം. കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, അപ്പോഴാണ് ഒരു ഇതുവരെ സംശയം. ചേച്ചി ചോദിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അതെ അതെ, നീ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞോട്ടെ. ഉറപ്പായിട്ടും, sure. മോളെ നല്ല രസമുള്ള ഒരു ഫീലുള്ള ഒരു പാട്ട് അല്ലേ? നമ്മൾ ഇങ്ങനെ സങ്കടം വരുമ്പോൾ സങ്കട പാട്ട് കേൾക്കുക അങ്ങനെയൊന്നുമല്ല, ഏതൊരു പാട്ട് കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു സുഖമില്ലേ? ഇങ്ങനെ ഒരു പുഴ ഒഴുകും പോലെ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഇളങ്കാറ്റ് വീശുന്ന പോലെ തന്നെയായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ ബോൾഡ് ആയിട്ടുള്ള സിംഗിങ് ആയിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിഖിൽ എങ്ങനെയാണ് സന്തോഷം വരുമ്പോ എത്തരത്തിലുള്ള പാട്ടുകളാണ് കേൾക്കാറ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനത്തെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ സാഡ് സോങ്സ്. സന്തോഷം വരുമ്പോ സാഡ് സോങ്സ് കേൾക്കും? അല്ല, അങ്ങനൊന്നുമില്ല, എല്ലാം കേൾക്കും. പക്ഷെ കൂടുതൽ താല്പര്യം ഇങ്ങനെയുള്ള പാട്ടുകൾ, ടച്ച് ചെയ്യുന്ന പാട്ടുകളാണ് അല്ലേ? ഓക്കെ. ഹസ്ബൻഡിന് എത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം? അടിച്ചുപൊളി പാട്ടുകൾ. അടിച്ചുപൊളി പാട്ടാണ്. നിഖില അടിച്ചുപൊളി പാട്ടുകളാണോ പാടി കൊടുക്കാറ്? എല്ലാം പാടിക്കൊടുക്കാറുണ്ട്. നല്ല ആൾക്ക് ഇഷ്ടം അടിച്ചുപൊളി പാട്ടാണ് അല്ലേ? അതെ അതെ. അപ്പൊ ഇപ്പൊ ഒരു സന്തോഷം വന്നാ നമ്മൾ ഏത് പാട്ട് പാടും? അടിച്ചുപൊളി പാട്ട് പാടാം. അടിച്ചുപൊളി പാട്ട് പാടും. അപ്പൊ അടിച്ചുപൊളി പാട്ട് പാടാൻ റെഡി ആയിക്കോളൂ കേട്ടോ. കാരണം എന്താ? സേഫ് ആണോ? യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിൽ അടിച്ചുപൊളി പാട്ടായിട്ട് വരാം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക് ലൈഫ് മെഗാ ഫൈനലിൽ നമ്മുടെ മത്സരത മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എനിക്ക് മനസ്സിലാവും. എന്താ, മഡോണയുടെ പാട്ട് കേൾക്കണോ? ഞാൻ ചോദിച്ചു നോക്കാം, സമ്മതിക്കുമോ എന്നറിയില്ല. മഡോണ, പ്രേക്ഷകര് പറയുന്നു മഡോണയുടെ പാട്ട് ഇപ്പൊ കേൾക്കണം. ഓക്കെ ഓക്കെ, ഫൈൻ, സക്സസ്. जवानी जानी मन हसीन दिल रुबा मिले तो दिल जवा निसार हो गया. जवानी जानी मन हसीन दिल रुबा मिले तो दिल जवा निसार हो गया. शिकार खुद यहाँ शिकार हो गया. ये क्या सितम हुआ, ये क्या जुल्म हुआ, ये क्या गजब हुआ, ये कैसे कब हुआ, न जानू मैं न जाने वो. जवानी जानी मन हसीन दिल रुबा मिले तो दिल जवा निसार हो गया.
കാലക്കി. അടിപൊളി സോങ് റൗണ്ടിലാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി ഇവിടെ മത്സരിക്കാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്രീഷ്മ. സോനാ സോനാ നീ ഒന്നാം നമ്പർ, അടിമുടി വടിവഴകിൽ ഒന്നാം നമ്പർ തന്നെ ആവാനാണ് ആഗ്രഹം. അപ്പോൾ മാക്സിമം നല്ലോണം പഠിച്ചിട്ടുണ്ട് ഈ സോങ്. അപ്പോൾ എൻ്റെ ലെവൽ അവിടെ കൊടുക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. മണിച്ചേട്ടൻ്റെ ഒരു അടിപൊളി സോങ് ആണ്. അപ്പോൾ സ്റ്റേജിൽ കാണാം. ശ്രീഷ്മ തിളങ്ങുന്നല്ലോ. ശ്രീഷ്മ, അപ്പൊ എന്തായാലും അടിപൊളി സോങ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? സോനാ സോന. സോനാ സോന. അതിന്റെ കൂടെ ഡാൻസും പ്രതീക്ഷിക്കാം. അതെ, എന്നിട്ട് 1ാം നമ്പർ മേടിക്കണം. അപ്പൊ All the best. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Shake it up, shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Sona, sona, sona. Pop it up, and a little off that body. Pop it up, pop it up, pop it up. Shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Sona, sona, sona. Pop it up, and a little off that body. Pop it up, pop it up, pop it up. Sona, 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 sona. നീ ഒന്നാം നമ്പർ, അടിമുടി വടിവഴകിൽ ഒന്നാം നമ്പർ. സോനാ സോനാ നീ ഒന്നാം നമ്പർ, പടയടി അടിപൊളിയിൽ ഒന്നാം നമ്പർ. കടമിഴിയിണയിൽ മലരഴകല്ലേ, മണിമുകിലല്ലേ, കരിമുടിയിഴയിൽ മറുപടി നീ ചൊല്ലു റങ്കി റങ്കില. സോനാ സോനാ നീ ഒന്നാം നമ്പർ, അടിമുടി വടിവഴകിൽ ഒന്നാം നമ്പർ. സോനാ സോനാ നീ ഒന്നാം നമ്പർ, പടയടി അടിപൊളിയിൽ ഒന്നാം നമ്പർ. മിഴിമുന നെഞ്ചിൽ കൊണ്ടു കറുകറുത്തു ഞാൻ, ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു. മിഴിമുന നെഞ്ചിൽ കൊണ്ടു കറുകറുത്തു ഞാൻ, ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു. ഹേ പാടി വരും പാദസരം, താളമിടും കൈവളകൾ, പൊൻകണവേ തേനിലവേ കൂടെ വരൂ നീ. മദനശ്വരം പോലെ വരാം, മധുചഷകം ഞാൻ പകരാം. ഒന്നു നീതിലേ വന്നാൽ എല്ലാം വേഗം ഞാൻ. അശകുശലേ പെണ്ണെ റങ്കി റങ്കി റങ്കില. സോനാ സോനാ നീ ഒന്നാം നമ്പർ, അടിമുടി വടിവഴകിൽ ഒന്നാം നമ്പർ. സോനാ സോനാ ഞാൻ ഒന്നാം നമ്പർ, പടയടി അടിപൊളിയിൽ ഒന്നാം നമ്പർ. Shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Sona, sona, sona. Pop it up, and a little off that body. Pop it up, pop it up, pop it up. Shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Sona, sona, sona. Pop it up, and a little off that body. Pop it up, pop it up, pop it up. Whoa,
അടിപൊളി സോങ് റൗണ്ടിലൂടെ ശ്രീഷ്മ നേടിയിരിക്കുന്നു ഗോൾഡൻ ബസാർ. ശ്രീഷ്മ കലക്കി. ഇത്രയും ഞങ്ങള് ശ്രീഷ്മ പാടി ഞങ്ങളൊക്കെ ആർമാദിച്ചു. പക്ഷെ ഇവിടെ വരാൻ കാരണം ഒരാളുണ്ട്. നമ്മുടെ ഇപ്പുറത്ത് ഒരു 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 പാക്കറ്റ് ബോംബാണിത് ശരിക്കും. മഡോണെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് പോയി ഡാൻസ് കളിക്കാന്നൊക്കെ. അതാണ് അതിന്റെ ഒരു വൈബ്, ഒരു സ്പിരിറ്റ്. ശരിക്കും ശ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെർഫോമറെയാണ് ഇന്നിവിടെ കാണുന്നത്. ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടല്ല, ഡാൻസ്, പാട്ട് എല്ലാം ശ്രുതി, ലയ, ഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതിലാണ്. താങ്ക് യു ചേച്ചി. ഗംഭീരായിട്ട് പാടി. ഗംഭീരം പറഞ്ഞാല് ഒരുപാട് 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 ഉമ്മ, ചക്കര ഉമ്മ. താങ്ക് യു. ഈ പറയണത് നമ്മൾ കൊടുത്തൂടെ? അതെ, ചക്കരമ്മ. ശരിക്കും എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അടിപൊളിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നവരെ, ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നവരെ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിച്ച ചക്രയെ. ഓക്കെ, താങ്ക് യു ചേച്ചി. മഡോണ വണ്ടർഫുൾ. ശ്രീഷ്മ ആക്ച്വലി കുഞ്ഞു കുട്ടിയെ പോലെ നേരിട്ട് കണ്ടാലും വെരി പ്രിറ്റി, വെരി നൈസ്. അയ്യോ, എന്നെ അങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഞാൻ കുഞ്ഞുകുട്ടിയാണെന്നൊക്കെ. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ദ ഡാൻസേഴ്സ് ആൻഡ് ഓൾ. ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്ന് ശ്രീഷ്മയെ കളിക്കാൻ സമ്മതിക്കാതിരുന്നോ? ഭയങ്കര സന്തോഷമായി. അങ്ങനത്തെ ഒരു മൊമെന്റ് ഇനി കിട്ടാനില്ല. സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ബീങ് 1ാം നമ്പർ ഇൻ അടിപൊളി റൗണ്ട്. ശ്രീഷ്മ എന്തോ അസലായിട്ട് പാടി. താങ്ക് യു ചേട്ടാ. താങ്ക് യു. തുടക്കം മുതൽ അവസാനം വരെ നല്ല എനർജി ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ചെയ്തപ്പോഴൊക്കെ ഞാനും വിചാരിച്ചു എവിടെയെങ്കിലും കൈവിട്ടു പോകുന്നു. പക്ഷേ പാട്ടിന് യാതൊരു കേടുപാടുകളും പ്രശ്നങ്ങളും വരുത്താതെ അത്യാവശ്യം വേണ്ടതായിട്ടുള്ള സ്റ്റെപ്പ് ഡാൻസും ചെയ്ത് പാടി. സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളിയാക്കി. അതെ. പിന്നെ മത്സേട്ടാ, നമ്മള് മഞ്ജരിയുടെയും ആശ ചേച്ചിയുടെയും നൃത്തത്തിനെ പറ്റി ഒരു 2 വാക്ക്. ഓൾറെഡി പ്രൂവ് ചെയ്തിരിക്കുന്ന ഡാൻസേഴ്സും സിംഗേഴ്സും അല്ലേ? അതെ അതെ അതെ. മഞ്ജരിയോ? അതെ പറഞ്ഞ ഹലോ, അടിപൊളിയാണെന്ന്. മഞ്ജരിയുടെ ഡാൻസും കൊള്ളാം. മഞ്ജരിക്കായിരുന്നു ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഡാൻസ് ചെയ്യാനുള്ള പടവണെ വിളിച്ചോണ്ട് പോയതാണ് എന്റെ കൂട്ടത്തിൽ ആശയം. ഓക്കെ, അപ്പൊ താങ്ക് യു ജഡ്ജസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മഡോണ. താങ്ക് യു ശ്രീഷ്മ. ഹാപ്പി ആയല്ലോ? ഹാപ്പി ആയി. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഗോൾഡൻ ബെസ്റ്റ് നേടിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഒരു ചെറിയൊരു സന്തോഷം പറയാനുണ്ട്. ഫ്ലവേഴ്സിന്റെ ഒരു സീരിയൽ ഉണ്ട് പുതിയതായിട്ട് ഇറങ്ങിയ പഞ്ചാഗ്നി എന്ന് പറഞ്ഞിട്ട്. അതിലൊരു ഫസ്റ്റ് ഇൻട്രോ സോങ് ഞാനാണ് പാടിയത്. ഇഷ്ടംപോലെ അവസരങ്ങൾ ഫ്ലവേഴ്സ് അവിടെ നിന്നാണ് വിളിച്ചത്. സോ താങ്ക് യു ഫ്ലവേഴ്സ് എല്ലാവർക്കും. അപ്പൊ ഇനി ഇഷ്ടംപോലെ അവസരങ്ങൾ വരട്ടെ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പൊ ഇതേപോലെ തന്നെ തുടരുക. ഇനിയും ഒരുപാട് ഓഫറുകൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ നമ്മുടെ മത്സരം എന്താ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം ശ്രുതി എസ് ബാബു. ഇന്ന് ഞാൻ ഗിരീഷ് പുത്തഞ്ചേരി ഹിറ്റ്സ് റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. അകലെ എന്ന മൂവിയിലെ പ്രാവുകൾ കുറുകുന്നു എന്ന പാട്ടാണ് പാടുന്നത്. കഴിഞ്ഞ തവണ ഒരു അടിപൊളി പാട്ട് പാടി ഗോൾഡൻ ബസർ കിട്ടി, ഗോൾഡൻ ചെയറിൽ ഇരിക്കാൻ പറ്റി. അതുകൊണ്ട് സേഫാണ്. എന്നാലും പാട്ട് നന്നായിട്ട് തന്നെ പാടാൻ ശ്രമിക്കും. ശ്രുതി, കഴിഞ്ഞ 3 പെർഫോമൻസുകളും ഗോൾഡൻ ബസർ നേടിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രാവശ്യവും നമുക്ക് ഗോൾഡൻ ബസർ നേടണം. കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി ഗോൾഡൻ ചെയർ നേടിയെടുത്ത ആളാണ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? പ്രാവുകൾ കുറുകുന്നു എന്ന് പറഞ്ഞിട്ട് അകലെ എന്ന മൂവിയിലെ MJ സാറിന്റെ സോങ് ആണ്. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ലിറിക്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ശബാഷ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ശ്രുതി. ശ്രുതി, അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി ഇറ്റ്സിലെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗോൾഡൻ ചെയർ ഒക്കെ നേടിയെടുത്ത ആളാണ്. അതുകൊണ്ട് റിസൾട്ടിനെ പറ്റി നമുക്ക് ടെൻഷൻ ഇല്ല അല്ലേ? അല്ല, എന്നാലും അവരെന്ത് പറയുന്നു എന്നുള്ളത്. ഓക്കെ, പക്ഷേ അത് ഈ ആഴ്ചയോട് കൂടി തീരുവാണ് ഈ ബോണസ്. അടുത്ത ആഴ്ച മുതൽ നമുക്ക് ആ ഗോൾഡൻ ചെയർ നേടിയെടുത്താലും ആ ബോണസ് ഇല്ല കൂടെ, കേട്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും ശ്രുതിയുടെ പാട്ടിന് കുറച്ച് മഞ്ചരി. അസലായി പാടി ശ്രുതി. താങ്ക് യു ചേച്ചി. മനോഹരായിരുന്നു കേൾക്കാൻ. ഇത് ഈ ഒരു രാഗം എന്ന് പറയുന്നത് തന്നെ നമ്മളെ വല്ലാത്ത ഒരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് പുറത്തിറങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ചില രാഗങ്ങൾക്ക് ഒരു ഭയങ്കര എഫക്റ്റ് ഉണ്ട്. അപ്പം ഇത് നമ്മുടെ മൈൻഡിനെ വല്ലാതെ അങ്ങ് വേറെ ഒരു ഹോണ്ട് ചെയ്യും. ഇത് ഇറങ്ങി പോകാൻ കുറച്ച് പാടാണ്. അങ്ങനത്തെ ഒരു രാഗമാണ് ശുഭപന്തുവരാളി. അപ്പം ഓർക്കസ്ട്ര ആയാലും വളരെ ലൈറ്റ് ബാക്കിംഗ് ആണെങ്കിൽ പോലും മനോഹരമായ ഒരു പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു. വെരി ഗുഡ്. ഒരുപാട് സന്തോഷം ചേച്ചി. ഈ ഒരു രാഗം എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിൽ തോടി എന്ന് പറയും. ഈ ഒരു രാഗം ശ്രുതി മാത്രം വെച്ച് പാടാൻ പറ്റും. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വേറെ ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒരു ശ്രുതി വെച്ച് പാടാൻ പറ്റും. കങ്കരിയാ ജിൻ മാരെ ലംഗർ, കങ്കരിയാ ജിൻ മാരെ ലംഗർ, മോഹെ അംഗവാ ലഗ് ജായേ, कंकरिया जिन मारे लंगर, कंकरिया जिन मारे लंगर, कंकरिया जिन मारे लंगर. सारे गा म ध नि सा सा नि नि दा दा म म ग ग रे रे सा रे गा म ध नि सा सा रे गा म ध नि सा सा रे गा म ध नि सा. മഞ്ജരി ചെറിയൊരു ബന്ദിഷ് ചക്കരെ മിടുക്കി. താങ്ക് യു ഈ ഒരു രാഗം കൊണ്ടുവന്നതിൽ. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. ഇനി ഇത് തലേന്ന് പോകാൻ കുറച്ച് സമയം എടുക്കും. താങ്ക് യു മഞ്ചരി. മതിച്ചേട്ടാ, ശ്രുതി എന്തോ ഉഗ്രൻ സെലക്ഷൻ. മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ നന്നായിട്ട് പാടി. ആദ്യം മുതൽ അവസാനം വരെ നോക്കുകയാണെങ്കിൽ നല്ല ഫീലിൽ പാടി. നല്ല രസമുണ്ടായിരുന്നു ശ്രുതി പാടുന്ന കേൾക്കാനായിട്ട്. അതെനിക്ക് തോന്നിയത് പ്രാവുകൾ കുറുകുന്നു മനസ്സിൽ പ്രണയം മുറുകുന്നു, അതിൽ രണ്ടാമത്തെ കുറുകുന്നു അത് ഇത്തിരി പിച്ച് ഔട്ടായിരുന്നു. ലാസ്റ്റ് പല്ലവിയിലും പിച്ച് ഇങ്ങനെ വേരിയേഷൻ വരുന്നുണ്ട്, കുറുകുന്നൂല് മാത്രം. ഇത് മാത്രമാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ സന്തോഷത്തിന് പേര് സന്തോഷത്തിലല്ല, ഇതിന്റെ ഒരു ദുഃഖത്തിൽ അല്ല, സന്തോഷത്തിൽ തന്നെ. ഓക്കെ, പക്ഷെ പാട്ട് ശോകമാണ്. എന്ത് ചെയ്യാൻ പറ്റും? രാഗം ശോകരാഗമാണ് ശരിക്കും പറഞ്ഞ. രവീന്ദ്ര മാഷിന്റെ ഭരതം സിനിമയിലെ രാമകഥയുടെ കുറച്ച് ഭാഗം. സാരി സ സരി സ സരി സ സാരി സരി രി നി നി രി രി നി നി മദ നി സരി ഗരി രി രി ഗരി രി രി ഗരി രി ഗരി ഗാ ഗരി രി ഗാ ഗരി രി സരി ഗ മ പദ പ പ പദ പ പ പദ പ പദ പ നീ നി ദ ദ നീ നി ദ ദ മദ നി സ സാരി സ സരി സ സരി സ സാരി സ ഗ ഗരി രി ഗ ഗരി രി മദ നി രി. ഇന്ദ്രധനുസ്സുകൾ നീട്ടി ദേവകളാദി നാമ ഗംഗയാടി രഘുപതി രാമ ജയം രഘുരാമ ജയം ശ്രീഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപഥം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞു സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗ ജീവതാളമേകി മാരുതിയാ ജലഗന്ധസൂന ധൂപ ദീപ കലയ മന്ത്രയന്ത്ര തന്ത്ര കരിതമുണരു സാമഗാന ലഹരിയോടെ അണയൂ രാമ. ശ്രീരാമ രാമ രാമ. മതിച്ചേട്ടാ, താങ്ക് യു. സൂപ്പർ. മടോണ, എങ്ങനെയുണ്ട് ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് മതിച്ചാണ്ട് ഇത്രയും സംഗീതങ്ങൾ ചേർന്ന പാട്ടൊക്കെ കേൾക്കാൻ? അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇൻഫാക്ട് ഇന്ന് വരുമ്പോഴും ഐ വാസ് ഹോപ്പിംഗ് ഇതിനൊരു അവസരം കിട്ടുമെന്ന്. ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ, അതായത് എനിക്ക് ഇവർ പാടുന്ന കേൾക്കാൻ, നമുക്ക് ആരാണല്ലോ പാട്ട് പാടുന്നത്, അതും ഇങ്ങനെ പാടുന്നതാവുമ്പോ അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. താങ്ക് യു മടോണ, പാട്ടിനെ കുറിച്ച്. ശ്രുതി ഹായ്. ആൻഡ് ശ്രുതി താങ്ക്സ്. ഞാൻ ഇന്ന് വന്നിട്ട് എനിക്ക്
ഓൾമോസ്റ്റ് എല്ലാ ജോണേഴ്സും കേട്ട ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഇതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫുൾഫില്ലിങ്. ഈ ജോണർ ഇഷ്ടമായിട്ട് എടുത്തതാണോ ശ്രുതി? അതെ, ആണല്ലേ? എനിക്ക് ഇങ്ങനത്തെ മൂഡുള്ള ഒരു പാട്ട് പാടാൻ ഇഷ്ടമാണ്. അപ്പൊ മൊത്തത്തില് വാസ് ഗുഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചേച്ചി, മോളുടെ ഏറ്റവും വലിയ അനുഗ്രഹം മോളുടെ ശബ്ദമാണ്. എവിടെ നിന്ന് കേട്ടാലും അത് ശ്രുതിയാണെന്ന് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ ആളുകളാണെങ്കിൽ അയ്യോ ഇത് ആരായിരിക്കും പാടുന്നതെന്ന് ഒന്നിങ്ങനെ ഉറ്റുനോക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ശബ്ദമാണ്. മഞ്ജരി പറഞ്ഞതുപോലെ മോളുടെ ശബ്ദത്തിന് പറ്റുന്ന രീതിയിൽ ആ പിച്ചിലേക്ക് പാട്ട് കൊണ്ടുവന്ന് മോളുടേതായിട്ടുള്ള സ്റ്റൈലിൽ പെർഫോം ചെയ്യുന്നതിൽ വലിയൊരു കൈഡ് തന്നെയാണ് അതിന് തരേണ്ടത്. പെർഫോം വെരി വെൽ. ഭയങ്കര രസമുണ്ടായിരുന്നു മോള് പാടുന്ന കേൾക്കാൻ. ആസ് യൂഷ്വൽ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ചെയർ നേടിയെടുത്തത് കൊണ്ട് നമ്മൾ സേഫ് ആണ്. അപ്പൊ റിസൾട്ടിന് വേണ്ടി ടെൻഷൻ അടിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഇന്നത്തെ അവസാനത്തെ മത്സരത്തെ വിളിക്കുമല്ലേ? തീർച്ചയായിട്ടും. അപ്പോ അടിച്ചു പൊളിക്കുക അല്ലേ? അടിച്ച് പൊളിച്ച് പൊളിക്കാം. കലാശക്കൊട്ട് നടത്താം. കലാശോട്ട് നടത്താം. ലെറ്റ്സ് വെൽക്കം ആതിര വിജിത്ത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ബാലാമണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നന്ദനം ചിത്രത്തിലെ മനസ്സിൽ മിഥുന മഴ എന്ന് പറയുന്ന സോങ് ആണ് പാടാൻ പോകുന്നത്. അപ്പോൾ ഈ പാട്ട് നന്നായി പാടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആതിര ദിവസം തോറും ചെറുപ്പായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് ആതിര? എന്തിന്റെ പുറപ്പാടാണ്? എന്തായാലും അടിപൊളി സോങ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? നന്ദനം ചിത്രത്തിലെ മനസ്സിൽ മിഥുന മഴ എന്ന് വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, അടിച്ചു പൊളിക്ക്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. जगण जगणता दिक दिक नक तिक जगण जगणता दिक दिक नक तिक जगण जगणता जग दिक नक तिक जगण जगणता दिक दिक नक तिक जगण जगणता जग दिक जगणता जगण जगणता दिक दिक नक तिक जगण जगणता जगण जगणता जगण जगणता दिक दिक नक तिक जगण जगणता जगण जगणता जगण जगणता दिक दिक नक तिक जगण जगणता जगण जगणता जगण जगणता दिक दिक नक तिक जगण जगणता जगण जगणता जगण जगणता दिक दिक नक तिक മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിൽ ഒരു മയിലിൻ അലസലാസ്യം ഹരിതവനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയഭരിത ഭാവം സ്വരകലികയിലൂടെ ശ്രുതിലയ സുഖമോടെ ഗന്ധർവ സംഗീതം മംഗളരാഗമുതിർന്നുണരുന്നു രാധേ നിൻ ശ്രീപാദം ചഞ്ചലമാകുന്നു മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിൽ ഒരു മയിലിൻ അലസലാസ്യം ഹരിതവനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയഭരിത ഭാവം ജഗണ ജഗണതാ ദിക ദിക നക ദിക ജഗണ ജഗണതാ ദിക ദിക നക ദിക ജഗണ ജഗണതാ ദിക ദിക നക ദിക ജഗണ ജഗണ
കൊട്ടുകൈ താങ്ക് യു. അടിച്ചു മോനെ. എന്താ ബസർ. ഗോൾഡൻ ബസർ. എന്തായാലും ഗോൾഡൻ ബസർ ഒക്കെ നേടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മഞ്ജരി. ഗംഭീരം. താങ്ക് യു ചേച്ചി. ആതിര പൊതുവെ ഒരാൾ ഒറ്റയ്ക്ക് പാടിയ പാട്ടൊന്നും ആതിരയ്ക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ 2 പേര് 3 പേര് കോറസ് അങ്ങനെ പാടിയ പാട്ടുകളെ എടുക്കുള്ളൂ, ഒറ്റയ്ക്ക് പാടണം. അതെ. ഇത് പ്രത്യേകിച്ച് രാധിക തിലക് എന്ന് പറഞ്ഞ സിംഗർ, രാധിക ചേച്ചിയും ശ്രീകുമാർ സാറും കൂടെ പാടിയ പാട്ടാണ്. ഭയങ്കര റേഞ്ചുള്ള പാട്ടാണ്, ബുദ്ധിമുട്ടാണത്. ആതിര ഒറ്റയ്ക്ക് നിന്ന് അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. അപ്പൊ ആതിര കലക്കൻ പെർഫോമൻസ്. Thank you, ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജരി. മഞ്ജുചേട്ടാ. ആതിര സർ. നല്ല ഭംഗിയുള്ള ഐശ്വര്യമുള്ള ഡ്രസ്സ്. താങ്ക് യു സർ. പാട്ടിനെ പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായല്ലോ. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. ഓക്കെ, വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. താങ്ക് യു. ഓക്കെ ആതിര. ആതിര ചേച്ചി. എന്തൊക്കെയോ പറയാൻ തോന്നുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ. ആദ്യം തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആൻഡ് ആ എൻട്രി ഉണ്ടല്ലോ, എന്ത് റിലാക്സ്ഡ് ആയിട്ടാ കയറി വന്നേ. ഇത്രയും ഭാരമുള്ള ഒരു സോങ്ങാ പാടാൻ പോകുന്നതെന്നൊന്നും തോന്നില്ല. ആൻഡ് യു ആർ സോ ചിൽ ഓൺ സ്റ്റേജ്. സോങ് ഇറ്റ് സെൽഫ് എന്തൊരു അപ്ലിഫ്റ്റിംഗ് സോങ് അല്ലേ. ഇറ്റ് വാസ് എ ഡിവൈൻ പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. മോളെ എന്ത് രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. ഭയങ്കര രസമുണ്ടായിരുന്നു. കുറെ കൃഷ്ണന്മാര്, അതിൽ താടി വെച്ചൊരു കൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു. അതെ, കണ്ടോന്ന് എനിക്കറിയില്ല. സ്ലൈഡ് ചെയ്തു പോയി. കൃഷ്ണൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. മുഴുവൻ ആ ഒരു കൃഷ്ണൻ പ്രത്യക്ഷപ്പെടലും രാധ അന്വേഷിക്കലും എല്ലാം കൂടെ ഒരു സിനിമ റീക്രിയേറ്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ഇടയ്ക്ക് 3-4 പ്രാവശ്യം മധുവിന്റെ സുഭാഷ് ഉണ്ടായിരുന്നു. ഞാൻ എണ്ണുന്നുണ്ടായിരുന്നു. നന്നായി പാടും മധു, സുഭാഷ് സുഭാഷ് എന്ന് പറയും. ഗ്രേറ്റ് പെർഫോമൻസ് മോളെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇപ്പോ ആതിരയ്ക്ക് ഇവിടെ ഗോൾഡൻ ബസർ കിട്ടിയിരിക്കുകയാണ്. ആതിരയ്ക്ക് ഇതിനു മുമ്പ് ഗോൾഡൻ ബസർ കിട്ടിയപ്പോ ആതിരയുടെ കൂടെ ഒരാൾ വന്നിരുന്നു. ഈ പ്രാവശ്യവും അവരുണ്ട്. ആരത്? എന്റെ അച്ഛൻ. അച്ഛനാണ് ലക്കി സ്റ്റാർ. അച്ഛാ, ആതിരയ്ക്ക് വീണ്ടും ഗോൾഡൻ ബസർ കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വീക്ക് മുമ്പാണ് അച്ഛൻ വന്നത്. അപ്പോ ആ സമയത്തും ഗോൾഡൻ ബസർ നേടിയിരുന്നു. എന്താണ് ആതിരയുടെ പെർഫോമൻസ് കണ്ടിട്ട് പറയാനുള്ളത്? സൂപ്പർ, നന്നായിട്ട് പാടി എന്നാണ് വിശ്വാസം. ഓക്കെ. അച്ഛാ, നമ്മൾ ചോദിച്ച എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്നപ്പോഴും മോൾക്ക് ഗോൾഡൻ ബസർ അടിച്ചു. ഇപ്രാവശ്യം അച്ഛൻ വന്നപ്പോഴും ഗോൾഡൻ ബസർ അടിച്ചു. അതിന്റെ ഒരു ട്രിക്ക് എന്താണ്? അതിന്റെ ഒരു സൂത്രം എന്താണ്? അച്ഛനാണോ ആതിരയുടെ ലക്കി സ്റ്റാർ? ഒരുപക്ഷെ നിശ്ചയം അതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ആതിരയുടെ ഭാഗ്യം അച്ഛൻ തന്നെയാണ്, 100%. തീർച്ചയായും. അപ്പോ ഫിനാലെ കഴിയുന്നവർ അച്ഛനും കൂട്ടി വന്നോളൂ. ஐயங்காரு வீட்டு அழகே, ஐயங்காரு வீட்டு அழகே, ஐயங்காரு வீட்டு அழகே.
நிதனே ஐயங்காறு வீட்டு அழகே ஐயங்காறு வீட்டு அழகே ஐயங்காறு வீட்டு அழகே കലക്കി കലക്കി. അപ്പൊ അതിനാ എന്തോ അപ്പോ മനസ്സിലായല്ലോ, ഇതേപോലെ ഗോൾഡൻ ബസറൊക്കെ നേടിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പാട്ടിന്റെ ഘോഷയാത്ര ആയിരിക്കും ഇവിടെ. ഓക്കെ, അപ്പൊ ഇനിയുള്ള പെർഫോമൻസുകളൊക്കെ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ 14ാം വീക്കിലെ എലിമിനേഷൻ ദാ ഇവിടെ തുടങ്ങുവാണ്. അപ്പൊ ജഡ്ജസ്, അപ്പോ ഡേഞ്ചർ സോണിൽ എത്തിയിട്ടുള്ള 3 മത്സരാർത്ഥികളെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ അവര് വിളിക്കാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം ആതിര രജേഷ്, ശ്രീകുട്ടി, ഒപ്പം ആതിര വിജയ്. ഈ രണ്ടാതിരമാരും കഴിഞ്ഞ വീക്ക് എലിമിനേഷനിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ സ്വാഗതം ചെയ്തപ്പോ രണ്ടുപേര് കൈകോർത്തൊക്കെയാണ് വന്നത്. ഈ പ്രാവശ്യം എന്ത് പറ്റി? കയ്യില് മൈക്കുള്ളതുകൊണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ച ആ പഴയ ഒത്തൊരുമയൊക്കെ ഒന്ന് പയ്യെ പോയോ എന്ന്. ജഡ്ജസ്, 3 പേരും 3 മിടുക്കികൾ ദാ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കണം. അതിരാ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം എന്താ വന്നിരിക്കുകയാണ്. ഇപ്പൊ എന്ത് പറ്റി? എന്താണ് നമുക്ക് ഇന്ന് എന്താ അറിയില്ല, സാറ് പറഞ്ഞ പോലെ ബാഡ് ലക്ക്. അടുത്ത ആതിര. പ്രാക്ടീസിന്റെ കുറവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കോൺഫിഡൻസ് നമ്മളെ കുറയ്ക്കുകയാണ്. ഇത്രയും പറ്റുന്നുണ്ടല്ലോ മോളെ. അത് തന്നെ വലിയ കാര്യം. നിങ്ങൾ 3 പേരും ദാ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. അപ്പൊ നിങ്ങൾ തളരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എല്ലാവരും വിജയികളാണ്. അപ്പൊ ദാ എലിമിനേഷൻ നമ്മളിപ്പോ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഇനി ഒരു അവസരം കൂടിയുണ്ട്. അവസരത്തിൽ മാക്സിമം നന്നായി പാടുക, തിരിച്ച് സേഫ് ആയിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ കാണണം. അപ്പൊ ഇന്ന് ആരാണ് ആദ്യം പാടുന്നത്? ശ്രീകുട്ടി ഡേഞ്ചർ സോണിൽ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പാടണം എന്ന ആഗ്രഹമുണ്ടോ? എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ആദ്യമായിട്ട് പാടാം, ആദ്യം തന്നെ പാടാം. ഓക്കെ, അപ്പൊ അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ ഒന്നും വേണ്ട, കല്ല് വലിയ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് 3 പേർക്കും. താങ്ക് യു. പാതിരാ
വെരി നൈസ്. അടുത്തത് ആതിര വിജയൻ പാടും. ശരപൊളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂത്തരാവിൽ ഏതു രാഗം നിന്നെ തേടുന്നു. ശരപൊളി മാല ചാർത്തി മധുമാസം അകലേ പൂമണമോ കാറ്റിനു വെറുതെ സ്വരമുണരാതെ ഒരു ഗാനം അരികെ കൈവളയുടെ കളിച്ചിരി വെറുതെ ദാഹജലം തേടി നീ വരും കാനകങ്ങളിൽ വൈശാഖം പോലെ ശരപൊളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂത്തരാവിൽ ഏതു രാഗം നിന്നെ തേടുന്നു. ശരപൊളി മാല ചാർത്തി. വെരി ഗുഡ് ആതിര. താമരമാ
വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. വെരി നൈസ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ 14ാം വീക്കിലെ ഡേഞ്ചർ സോണിലെത്തിയ നമ്മുടെ 3 മത്സരാർത്ഥികളുടെ പെർഫോമൻസിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് അവരുടെ റിസൾട്ടാണ്. അതിനു മുമ്പ് ഞാൻ ആ 3 പേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആതിര PT, ആതിര വിജയൻ, ഒപ്പം ശ്രീകുട്ടി. മൂന്ന് പേരും കൈകളൊക്കെ കോർത്താണ് വന്നിരിക്കുന്നത്. 3 പേരുടെയും പെർഫോമൻസുകളൊക്കെ കഴിഞ്ഞു. എങ്ങനെ, നന്നായി പാടാൻ പറ്റിയോ? ടെൻഷൻ ഉണ്ടായിരുന്നു ആർക്കെങ്കിലും? ഇല്ലായിരുന്നു. അവിടെ ശ്രീകുട്ടിക്ക് ഉണ്ടായിരുന്നു. ആതിര ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആതിര, രജീഷ്, പാട്ടെങ്ങനെ, നന്നായി പാടിയോ? പാട്ട് പാടി കഴിഞ്ഞാൽ അവിടെ വരുമ്പോ മുഖത്തൊന്നും ഒരു തെളിച്ചം കണ്ടില്ലല്ലോ നേരത്തെ. അത് നന്നായോന്ന് ഒരു ശ്രീകുട്ടി എങ്ങനെ, നന്നായി പാടിയോ? ടെൻഷൻ നമ്മുടെ പാട്ടിന് ബാധിച്ചതാണോ? ഇല്ലെന്ന് തോന്നുന്നു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഈ 14ാം വീക്കിലെ എലിമിനേഷനിൽ നിന്ന് ഈ 3 പേരിൽ ആരൊക്കെ സേഫ് ആകും, ആരൊക്കെ ഇവിടെ നിന്ന് താൽക്കാലികമായി വിട പറയും എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ കൂട്ടുകാരികളെല്ലാവരും വോട്ട് ചെയ്ത് കാണും അല്ലേ? നമുക്ക് അവരോട് ചോദിച്ചാലോ. ഇവരുടെ 3 പേരുടെയും പെർഫോമൻസുകളൊക്കെ കണ്ടല്ലോ നിങ്ങൾ 6 പേരും. ഇവരിൽ ആരിവിടെ തുടരണം എന്ന് നിങ്ങൾ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി കാണുമല്ലോ. വോട്ട് ചെയ്തോ? എന്നാ വോട്ടുകളൊന്ന് നമുക്ക് കണ്ടാലോ. ആതിര രജീഷിന് വേണ്ടി വോട്ട് ചെയ്ത എത്ര പേരുണ്ട്? ഒരാൾ വോട്ട് ചെയ്തിട്ടുണ്ട്. 6ൽ 1 വോട്ട് ആതിരയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നിഖില, ആതിര വിജയൻ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട്? 4 പേര്. ആതിര, ജോയ്സ്, കീർത്തന, ശ്രുതി. അപ്പൊ 4 വോട്ടുകളാണ് ടെൻഷൻ ഇല്ലാതെ പാടിയ ആതിര വിജയന് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീകുട്ടി, എത്ര പേരാണ് ഇനിയുള്ളത്? ഒരാള്. ആ ഒരാൾ വോട്ട് ചെയ്തിട്ടില്ലേ? അസാധുവാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ശ്രീകുട്ടിക്കും ആതിര രജീഷിനും ഓരോ വോട്ടുകളാണ് നമ്മുടെ ബാക്കി മ്യൂസിക്കൽ വൈസ് നൽകിയിട്ടുള്ളത്. ആതിര വിജയന് 4 വോട്ടുകളുണ്ട്. ഈ വോട്ടുകളൊന്നും നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നില്ല. പൊതുവെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അറിയാൻ പോകുന്നത് നിങ്ങൾ 3 പേരിൽ ആരൊക്കെ ഇവിടെ തുടരും എന്നൊക്കെ അറിയാനുള്ള റിസൾട്ടാണ്. അപ്പോൾ ആദ്യം ആരുടെ റിസൾട്ടാണ് അറിയേണ്ടത്? ആതിര വിജയന്റെ അറിഞ്ഞാലോ? 4 വോട്ടുകൾ കിട്ടി, ടെൻഷനില്ലാതെ പാടി. റിസൾട്ട് അറിയാം? എന്തായിരിക്കും റിസൾട്ട്? അറിയില്ല. 3 പേരും ഇവിടെ തുടരണം എന്നാണ് ആതിരയുടെ ആഗ്രഹം. അതെ, ഉറപ്പായിട്ടും ഫൈനൽ വരെ 3 പേരും അല്ല എല്ലാവരും തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഓക്കെ, എന്നാ ഇപ്പൊ ഒരു ഓപ്ഷൻ നമ്മുടെ ജഡ്ജസ് തരുവാണ്. 2 പേർക്ക് ഇവിടെ തുടരാം, ഒരാളാണ് പുറത്താവേണ്ടത് എന്ന് ഉള്ളൊരു തീരുമാനം എത്തി ആതിര സ്വയം ആ ഒരു ഇത് ഏറ്റെടുക്കുവോ, അല്ലെങ്കിൽ മാറിക്കൊടുക്കുമെന്ന് ചോദിച്ചാൽ മാറും. അപ്പോൾ എന്തായാലും ആതിര ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പാടി 4 വോട്ടുകൾ ലഭിച്ചു. ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ വന്നാൽ മാറി കൊടുക്കാനും തയ്യാറാണ്. അതുകൊണ്ട് ആതിരയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ആതിര ആതിര എനിക്കൊരു വാക്ക് തരണം. ഇവിടെ നിന്ന് സേഫ് ആയാൽ ഇനി ഈ എലിമിനേഷൻ മേഖലയിൽ കാണില്ല എന്ന് ഉറപ്പാണോ? ഉറപ്പായിട്ടും. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ എലിമിനേഷനിൽ എത്തിയതാണ്. അതെ. ഇനി അടുത്ത റൗണ്ടുകൾ മുതൽ നിങ്ങൾ ഡേഞ്ചർ സോണിൽ എത്തിയാൽ നിങ്ങൾക്ക് പാടാൻ അവസരം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. സേഫ് ആയാൽ സേഫ് ആകോ? സേഫ് ആകണ്ടേ? ആകണമെന്നുണ്ട്.
പറയട്ടെ? ഓക്കെ. ആതിരയുടെ റിസൾട്ട് ഇന്നത്തെ പെർഫോമൻസ് അടിസ്ഥാനത്തിൽ ആതിരയുടെ മാർക്കുകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ആതിര, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചസ്. ആതിര എന്തായാലും ഇവർക്ക് വേണ്ടി മാറി കൊടുക്കേണ്ട ആവശ്യമില്ല. ആതിര നന്നായി പാടി, ആതിര സേഫ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ പറഞ്ഞ വാക്ക് ഇതാ. ഫിനാലയിലോട്ട് എത്താൻ ഇനി ഏതാനും എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ, കുറച്ച് റൗണ്ടുകളേ ഉള്ളൂ. അപ്പോ നമ്മുടെ ബെസ്റ്റ് മാത്രമായിരിക്കണം ഇനി ഇവിടെ ഈ വേദിയിൽ നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ രണ്ടുപേരുടെയും നടുവിലായിട്ട് ഞാൻ നിന്ന് കുഴപ്പമില്ലല്ലോ. റിസൾട്ട് നിങ്ങളുടെ ഫേസിൽ നോക്കി പറയാതെ എളുപ്പം. ആരുടെ റിസൾട്ട് ആദ്യം അറിയണം? ആദ്യത്തെ വിജയന്റെ പോലെ നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടോ നിങ്ങളിൽ വിട്ടുകൊടുക്കാൻ? ഇല്ല, ഇല്ല. ഓ, എന്താ അതിന് കേട്ടില്ല? അയ്യോ, എന്താ എന്താ വിട്ടുകൊടുക്കുമെന്ന് കൊടുക്കുവോ? അത് പറയാ പോരട്ടത്. അല്ല, സമയമില്ലല്ലോ. വാക്ക് അല്ല, പാട്ട് പഠിക്കാനും സമയമില്ല. അതാണ് ശരിയാ. ഞായറാഴ്ച മാത്രമേ സമയമുള്ളൂ. ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, അതെ, ഇവിടം വരെ വരണം. അത്രയും ബിസി ലൈഫിന്റെ ഇടയിലാണ് നമുക്ക് വേണ്ടി സമയം എന്നാ കണ്ടെത്തുന്നത്. പിന്നെ ഇത് നേരത്തെ പറയായിരുന്നില്ലേ? അതെ, വെറുതെ ഡേഞ്ചർ സോണിൽ പാടണ്ടിയിരുന്നില്ലല്ലോ. ഈ ഷോ കാരണം ഒരു ആൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് അല്ലേ? അതാണ്. അപ്പോ ഇനിയിപ്പോ സേഫ് ആയി കഴിഞ്ഞാലും അടുത്ത റൗണ്ടിലും നമുക്ക് പ്രശ്നം വരുമോ? പ്രാക്ടീസ് ചെയ്യാനൊക്കെ കുറവ് സമയം അങ്ങനെയാവോ? അങ്ങനെ ആവാണ് ഞാൻ കുറച്ചധികം ലീവ് എടുക്കും. അപ്പോ ആതിരയ്ക്ക് ആതിരയുടെ ഫ്രണ്ട്സ് നൽകിയിട്ടുള്ള വോട്ട് എന്ന് പറഞ്ഞ ഒരു വോട്ടാണ്. ശ്രീകുട്ടിക്കും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തുടരും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് താൽക്കാലികമായി വിട പറയും, അല്ലെങ്കിൽ ഒരാൾ ഇവിടെ തുടരും, ഒരാൾ വിട പറയും. അത് ചിലപ്പോൾ ആതിരയാകാം, ചിലപ്പോൾ ശ്രീകുട്ടിയായിരിക്കാം. രണ്ടുപേരും സേഫ് ആകണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ ഇതൊരു മത്സരമാണ്, നമുക്ക് റിസൾട്ട് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ആതിരയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ആദ്യം ആതിരയുടെ പറയാം അല്ലേ ശ്രീകുട്ടി? എങ്ങനെയായാലും കുഴപ്പമില്ല. ശ്രീകുട്ടി, നമ്മുടെ ആ ധൈര്യമൊക്കെ പോയോ? ചോർന്നോ? സംസാരത്തിലൊക്കെ വേറെ ഉണ്ടല്ലേ? ഉഷാറായിട്ട് നിൽക്ക്. റിസൾട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്ന് ജിൽ നിൽക്കണ്ടേ? ആതിര കഴിഞ്ഞ പ്രാവശ്യം എലിമിനേഷനിൽ എത്തിയ ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം എലിമിനേഷനിൽ എത്തിയ ആൾ ഇപ്പോൾ സേഫായി അവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പം അതിനും സേഫ് ആകണമെന്നാണ് ആഗ്രഹം. പക്ഷേ ആതിരയുടെ റിസൾട്ട് എന്ന് പറയുന്നത്, ഞാൻ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ആതിര പഠിപ്പിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികളെല്ലാവരും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമല്ലോ. ഇവിടെ നിന്ന് പുറത്താകേണ്ടി വന്നാൽ എന്തായിരിക്കും കുട്ടികളോട് പോയി പറയാ? അവരിങ്ങനെ വിഷമിക്കും ചിലപ്പോൾ ആ സമയത്ത്. വിഷമിക്കും. പക്ഷെ അവരെ വിഷമം കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, അത് തന്നെ മാറും. പക്ഷെ അവര് ആതിരയുടെ വിഷമം എത്ര നാളുണ്ടാവും? എന്റെ വിഷമം കുറച്ച് നാളുണ്ടാവും. കുറച്ചധികം നാൾ നീണ്ടുക്കും. ആതിര ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആരായിരിക്കും? അത് എൻ്റെ അച്ഛനായിരുന്നു. അപ്പം അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ. അച്ഛൻ, ഞാൻ ഒരു സമയത്ത് ഡേഞ്ചർ സോണിലൊക്കെ ഇങ്ങനെ വന്നപ്പോൾ പിന്നെ അച്ഛൻ ഇങ്ങനെ കാണാൻ വരാതെ ടെൻഷൻ അടിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് വരൂല. ഇന്ന് വന്നിരുന്നു. വീണ്ടും അച്ഛനാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോ ഇവിടെ നിന്ന് സേഫ് ആവുക എന്ന് പറയുന്നത് അച്ഛൻ്റെ ഒരു വലിയ സന്തോഷം കൂടിയാണ് അല്ലേ?
അപ്പോൾ ആതിരയുടെ ഇന്നത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജഡ്ജസ് നൽകിയ മാർക്കുകളൊക്കെ കൂട്ടുമ്പോൾ ആതിരയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ആതിര, യു ആർ അതിൽ എന്ത് റിസൾട്ട് ആണെങ്കിലും നല്ല ഉഷാറോടുകൂടി എടുക്കണം, പോസിറ്റീവായിട്ട് എടുക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ തന്നെ കാണണം, ഉറപ്പല്ലേ? അതില യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ് ആതിര, സേഫായി. അപ്പോ ഇനി നമുക്ക് എലിമിനേഷനിൽ വന്നിട്ടുള്ള ആ ഒരു അവസരം ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ആതിരയുടെ ബെസ്റ്റ് പെർഫോമൻസിൽ മാത്രമായിരിക്കും ഇവിടെ കാണേണ്ടത്. ഓക്കെ, ആതിര എവിടെ പഠിപ്പിക്കുന്നത്? സ്കൂളിന്റെ പേരെന്താ പറഞ്ഞു? GHSS പഴയന്നൂര്. ഓക്കെ, ഹെഡ്മാഷിന്റെ പേരെന്താ? ജയന്തി ടീച്ചർ. ജയന്തി ടീച്ചറെ, ആതിര ടീച്ചർക്ക് കുറച്ച് ദിവസം ലീവ് കൊടുക്കണം, കാരണം ആൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ്, ഇനി വേണമെങ്കിൽ ഒരു ലെറ്റർ ആയിട്ട് എഴുതി കൊടുക്കണമെങ്കിൽ ഒഫീഷ്യലി ലെറ്ററും കൊടുക്കും. ഞാൻ ലീവ് എടുക്കണം നിർബന്ധിക്കില്ല, എന്നാൽ ലീവ് എടുക്കാൻ കിട്ടുവാണെങ്കിൽ ലീവ് എടുക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും സേഫ് ആയിട്ടുണ്ട്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസിൽ മാത്രമായിരിക്കണം ഇവിടെ ഇനി കാണേണ്ടത്. അച്ഛനോടെ ഹാപ്പി ആയിട്ടിരുന്നോളം പറ കേട്ടോ. ഓക്കെ, താങ്ക് യു. ശ്രീകുട്ടി, എന്താ ശ്രീകുട്ടി ചാപ്റ്റർ 5 വിന്നർ, ആദ്യമായിട്ട് ഡേഞ്ചർ സോണിൽ വരുന്നത്. അപ്പൊ എന്തായാലും ശ്രീകുട്ടിക്ക് ഒരു വോട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രീകുട്ടിയുടെ റിസൾട്ട് ശ്രീകുട്ടിക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീകുട്ടിക്ക് പ്രതീക്ഷയുണ്ടോ ഇവിടെ തുടരുമെന്ന്? അറിയില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല, ഇത്രയും വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. പക്ഷെ അങ്ങനെ മതിയോ ശ്രീകുട്ടി? ചാപ്റ്റർ 5 വിന്നറായാണ് നമ്മുടെ തുടക്കം. അവിടെ നിന്ന് ഇവിടെ വന്ന് ഇത്രയും സ്റ്റേജ് വരെ നമ്മൾ ഈ ഒരു എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തി നമ്മുടെ അവസാന ഘട്ടത്തിലോട്ട് കടക്കുവാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു പ്രശ്നം? പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ? സമയം കിട്ടുന്നുണ്ട്. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമല്ല. ചിലപ്പോ ഇനി ഇത്ര പ്രാക്ടീസ് പോരായിരിക്കും, ഇനിയും കൂടുതൽ ചെയ്യണമായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയാൽ നമുക്കിനി ആ ഒരു അവസരം ഉണ്ടാകുമോ? പ്രാക്ടീസ് നമുക്ക് ത്രൂ ഔട്ട് നമ്മൾ ചെയ്യണമല്ലോ. അതെ, പക്ഷെ ഈ ഒരു കോമ്പറ്റീഷന് പിന്നെ പറ്റില്ല. അതുകൊണ്ട് ശ്രീകുട്ടിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് പറയാൻ കുറച്ച് വിഷമമുണ്ട്. ബട്ട് ഇതൊരു മത്സരമാണ്. ശ്രീകുട്ടി എന്ന മത്സരാർത്ഥി നമ്മുടെ മ്യൂസിക്കൽ വോയിസിലെ എല്ലാവരും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരും ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ ശ്രീകുട്ടി ഇവിടെ നിന്ന് എലിമിനേറ്റ് ആവുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടാക്കുന്നതാണ്. ബട്ട് നമുക്ക് റിസൾട്ട് പറഞ്ഞേ പറ്റൂ. നമുക്കറിയാം ശ്രീകുട്ടി ഇതിനു മുമ്പ് പാട്ട് പാടി കഴിവ് തെളിയിച്ച ആളാണ്. പക്ഷേ നമ്മുടെ ആ നേരത്തെ ഒരു 5 മിനിറ്റിൻ്റെ നേരത്തിൽ വരുന്ന ചെറിയ മിസ്റ്റേക്കുകൾ പോലും നമ്മുടെ ഇവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കുന്നതുകൊണ്ട് ശ്രീകുട്ടിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ശ്രീകുട്ടി യു ആർ ഇവിടുന്ന് എലിമിനേറ്റ് ആയാൽ പ്രശാന്തേട്ടനായിരിക്കുമോ കൂടുതൽ വിഷമിക്കുക? ഇല്ല, പ്രശാന്തന്റെ അമ്മയും എൻ്റെ അമ്മയായിരിക്കും. അപ്പോൾ ശ്രീകുട്ടിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ശ്രീകുട്ടിയുടെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് അമ്മമാരോട് വിഷമിക്കരുതെന്ന് പറയണം. ഓക്കെ, ശ്രീകുട്ടി യു ആർ ശ്രീകുട്ടിയുടെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് അമ്മമാരോട് വിഷമിക്കരുതെന്ന് പറയണം. ഓക്കെ, ശ്രീകുട്ടി യു ആർ സേഫ്. അപ്പൊ ശ്രീകുട്ടി നമ്മൾ സേഫ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ഡേഞ്ചർ സോണിൽ എത്തിക്കഴിഞ്ഞാൽ വേറൊരു അവസരം ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്ത് വരാതെ നോക്കുക. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു. നമുക്ക് ചാപ്റ്റർ 5 വിന്നറാണ്, അതേപോലെ തന്നെ തുടരണം ഇനിയുള്ള മത്സരങ്ങളിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസത്തിന് എന്ത് പറ്റി, എന്താണ് 3 പേര് അടുപ്പിച്ച് ഇങ്ങനെ ഡേഞ്ചർ സോണിൽ എത്തുന്നത്? പക്ഷെ 3 പേര് ഒരുമിച്ച് തിരിച്ചു കയറിയല്ലോ. ഒരുമിച്ച് തിരിച്ചു കയറി. അപ്പൊ നല്ല ദിവസമായിരുന്നു. നല്ല ദിവസമായിരുന്നു. അതാണ് അതിലോട്ടാണ് വരുന്നത്. അതിന്റെ കാരണം എന്താ? ആരാ? നമ്മുടെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്. മഡോണയും ആദ്യം തുടക്കത്തിൽ ഒന്ന് പതറി, ദൈവമേ ഞാൻ വന്ന ദിവസം തന്നെ ബാക്ക് ടു ബാക്ക് ഡേഞ്ചർ സോണിലാണല്ലോ അത്. പക്ഷെ നമ്മൾ നമ്മുടെ മ്യൂസിക്കൽ വൈബ്സ് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ 9 മ്യൂസിക്കൽ വൈബ്സും അടുത്ത റൗണ്ടിലോട്ട് സേഫായി ലാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ അവരുടെ തകർപ്പൻ പെർഫോമൻസിൽ നമുക്ക് അടുത്ത ആഴ്ചയും കാണാം. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലോട്ട് നമ്മൾ കടക്കുകയാണ്. പ്രധാനപ്പെട്ടതും ഈ എപ്പിസോഡിലെ അവസാനത്തെ ചടങ്ങും. എന്താണത്? ഗോൾഡൻ സിംഹാസനം. സിംഹാസനം. നമ്മുടെ ശ്രുതി അവിടെ നിന്ന് മാറ്റി ആ കിരീടവും ആ ഗോൾഡൻ ചെയറും ഇന്ന് ആര് നേടിയെടുക്കും? 4 പേർക്കാണ് ഇന്ന് ഗോൾഡൻ ബസ്റ്റർ ലഭിച്ചിട്ടുള്ളത്. അവരിൽ ആരായിരിക്കും ആ ഗോൾഡൻ ചെയർ നേടിയെടുക്കുന്നത്? മഡോണ ആർക്ക് കിരീടം വെച്ചു കൊടുക്കും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം. അപ്പോ ആ 4 പേർ ഇവരൊക്കെയാണ് ഇന്നത്തെ ദിവസം ഗോൾഡൻ ബസ്റ്റർ നേടിയെടുത്ത 4 മ്യൂസിക്കൽ വൈബ്സ് എന്ന് പറയുന്നത്. കീർത്തന, ശ്രീഷ്മ, ജോയ്സ്, ആതിര, വിജിത്ത്. നിങ്ങളിൽ ആരാണ് ഇന്ന് ആ ഗോൾഡൻ ചെയർ നേടിയെടുക്കാൻ പോകുന്നത്? ആരാണ് ഇന്നത്തെ ഗോൾഡൻ പെർഫോമർ? ആതിരയാണോ, ജോയ്സ് ആണോ, ശ്രീഷ്മയാണോ, കീർത്തനയാണോ? കൗണ്ട് ഡൗൺ തുടങ്ങിയാലോ ജഡ്ജസ്? തുടങ്ങാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ശ്രീഷ്മ! കൺഗ്രാറ്റുലേഷൻസ് ശ്രീഷ്മ, ഈ വീക്കിലെ ഗോൾഡൻ പെർഫോമർ ശ്രീഷ്മ. കൺഗ്രാറ്റുലേഷൻസ് ശ്രീഷ്മ. അപ്പോ നടന്നോളാ ശ്രുതി, പതുക്കെ എഴുന്നേറ്റോളാ. അപ്പൊ മഡോണ ആ കിരീടം അണിയിക്കാൻ ഞാൻ സ്വാഗതം ചെയ്യും. അപ്പോ ജഡ്ജസ്, ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഇനി 2 വാക്ക് മഡോണയോടുള്ള നന്ദി പറച്ചിലാണ്. താങ്ക് യു സോ മച്ച്. നമുക്കറിയാം തിരക്കുകൾക്കിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തി നമ്മുടെ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം നൽകി. അപ്പൊ താങ്ക് യു സോ മച്ച് മഡോണ. എനിക്കൊരു ചോദ്യമുണ്ട് മഡോണയോട്. അതിന്റെ ഉത്തരം മഡോണ പറയണം. പറയോ? അടുത്തു വന്നാൽ എന്തു ചെയ്യും? ഞാൻ പിടിച്ചു കെട്ടും ചങ്കിനുള്ളിൽ. പെരും നുണപ്പുഴ താണ്ടി ഞാൻ നിൻ കടവിൽ തുഴഞ്ഞു വന്നു ഇന്നലെ. വിളഞ്ഞ കളവാണെങ്കിലും നീ പഴുത്ത മാങ്ങാ മധുരം കള്ളനേ. അപ്പൊ പ്രേക്ഷകരെ, ഇതേപോലുള്ള പെർഫോമൻസുകൾ, ഇതേപോലുള്ള പാട്ടുകൾ അങ്ങനെ ഒരുപാടുണ്ട് അടുത്ത ആഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എലിക്സർ കോ പവർഡ് ബൈ MCR പ്യൂർ കോട്ടൺ ക്ലബ് ട്വിൻ ബെഡ് ലെഗിങ്സ്. ബൈ, ഗുഡ് നൈറ്റ്.